കമ്മിറ്റി റിപ്പോർട്ട്. എന്താണ് സാധ്യത? അരുൺ, അതുതന്നെയാണ്. ഏതായാലും റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുമോ എന്നത് തന്നെയാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് എന്നതാണ്. ഏതായാലും നടി രഞ്ജിനി നൽകിയ ഹർജി 10 മണിക്കാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്, ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഈ ഹർജി നിലനിൽക്കുമോ എന്നതിൽ വിശദമായ വാദം കേൾക്കും. ഹർജി നിലനിൽക്കില്ല എന്നതാണ് സർക്കാർ അഭിഭാഷക കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹർജി തള്ളുകയാണെങ്കിൽ സർക്കാർ ഇന്ന് തന്നെ ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ റിപ്പോർട്ടറിൻ്റെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റോഷിപാൽ അടക്കം 8 പേർക്ക് ഈ റിപ്പോർട്ടിൻ്റെ ഈ വ്യക്തിഗത വിവരങ്ങൾ മാറ്റിയിട്ടുള്ള 233 പേജുള്ള ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായി ഒരുപക്ഷെ 10 മണിക്ക് ശേഷം തന്നെ ഈ റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അതിലേതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നടക്കം, ഒരുപക്ഷെ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ലൈംഗിക ചൂഷണം അടക്കമുള്ള വിവരങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ്. ഏതൊക്കെ വിഷയങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർജി തള്ളുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അത് 10 മണിയോടുകൂടി തന്നെ ലഭിക്കുമെന്നതാണ്, വിവരങ്ങൾ ലഭിക്കുമെന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച 11 മണിക്ക് നൽകുമെന്നതായിരുന്നു ഈ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത്. പക്ഷേ പ്രധാനമായും രഞ്ജിനി ഈ ഹർജി നൽകിയൊരു പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ മാത്രമേ നൽകാൻ കഴിയൂ. ഇതൊരു തടസ്സമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതുതന്നെയാണ് ഏതായാലും ഇന്ന് ഹർജി തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ 10 മണിക്ക് ശേഷം, ഈ ഹർജി തള്ളിയതിനു ശേഷം തന്നെ സർക്കാർ ഉടൻ ഈ റിപ്പോർട്ട് നൽകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കൃത്യമായി വിവരങ്ങൾ ലഭിക്കുമെന്നതാണ്. പക്ഷേ ഇതേ സമയം തന്നെ അനിശ്ചിതത്വം തുടരുമ്പോൾ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില സങ്കീർണതകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ്. കൂടുതൽ പേർ, നടി രഞ്ജിനിക്ക് പുറമെ കൂടുതൽ പേർ ഇത്തരത്തിലുള്ള മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെയോ ഹൈക്കോടതിയോ സമീപിക്കുമോ എന്നൊരു സംശയം കൂടി, അത്തരത്തിലുള്ള സൂചനകൾ കൂടി നിലവിൽ വരുന്നുണ്ട് എന്നതാണ്. ഇങ്ങനെയൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഈ റിപ്പോർട്ട് നൽകുന്നതിലുള്ള അനിശ്ചിതത്വം നീളുമോ എന്നതാണ്. വീണ്ടും ഇത് നീണ്ടുപോകുമോ എന്നൊരു സംശയം കൂടി ഒരു ഭാഗത്ത് നിഴലിക്കുന്നു എന്നതാണ്. ഏതായാലും ഹർജി 10 മണിക്ക് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഹർജി തള്ളുകയാണെങ്കിൽ ഈ സർക്കാർ ഇന്ന് തന്നെ ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകാൻ നിർബന്ധിതരാകുമെന്നൊരു കാര്യം കൂടിയുണ്ട്. നാളെയാണ് സർക്കാരിന് ഈ സിംഗിൾ ബെഞ്ച് നൽകിയിരിക്കുന്ന അവസാന തീയതി എന്നിരിക്കെ ഇന്ന് തന്നെ നൽകേണ്ട സ്ഥിതിയിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ കൃത്യമായി റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഈ റിപ്പോർട്ടർ ചാനലുകളിലൂടെ നമുക്ക് പുറത്തുവിടാൻ കഴിയും. അതിൽ തന്നെ കൃത്യമായി ഏതൊക്കെ വിവരങ്ങളുണ്ട്, സ്ഫോടനം തന്നെ നടക്കുമോ, ഈ സിനിമാ മേഖലയിലെ ഏതൊക്കെ സ്ഫോടനം, അത് ആരെയൊക്കെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതായാലും ഒരു വ്യക്തത വരുമെന്നതാണ്. ഈ സിനിമയിലെ തിരക്കഥയെ വെല്ലുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിരക്കഥ ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഏതായാലും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും അരുൺ. അതെ, ഉണ്ട് തിരക്കഥ, വലിയ തിരക്കഥയുണ്ട്. അതിൽ സുനിഷ, നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്ന 2-3 പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. അതിൽ 2 വിവരങ്ങൾ ഞാൻ ഇതിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള 2 വിവരങ്ങൾ. അതിലൊന്നാണ് ഈ സിനിമാ മേഖലയിൽ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അത്രേ. അവരാണ് ഈ നടന്മാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ചൂഷണത്തിന് ചില ഇരകളെ ഒരുക്കി കൊടുക്കുന്നത്, വഴക്കി കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളുടെ സേവനം ഇവരുപയോഗിക്കുന്നുണ്ട്, വേട്ടക്കാർ ഉപയോഗിക്കുന്നുണ്ട്. സുനിഷ, മറ്റൊന്ന് നമ്മളെ ഞെട്ടിച്ചത്, പല വിദേശ ഷോകളും നടത്താൻ ഈ പുതിയ നടിമാരെയും കൊണ്ടൊക്കെ പോകുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള വലിയ ലൈംഗിക ചൂഷണത്തിൻ്റെ റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ഇതൊക്കെ വെറും സാമ്പിളുകൾ മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതടക്കം ഒരുപാട് ഗുരുതരമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഏതൊരു കോടതിക്കും സ്വമേധയാ കേസെടുക്കാവുന്ന വിഷയമാണ്. അതാണ് ഈ താരങ്ങളെ ഭയപ്പെടുത്തുകയും കൂടി ചെയ്യുന്നത്. സുനിഷ, ഇനി ഒരു സാഹചര്യം കൂടി ഉണ്ടാവാം കേട്ടോ. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ രഞ്ജിനി അല്ലാതെ മറ്റേതെങ്കിലും നടിമാർ 51 പേരാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇതേപോലെ കോടതിയിൽ പോകാം, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞാലും അവരുടെ പേരിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ടൊക്കെ വരാം. മാത്രമല്ല സുപ്രീം കോടതി പോകാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഒരു മുതിർന്ന അഭിഭാഷകനെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയാൽ ഉടൻ തന്നെ പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിന് തീരുമാനം എടുക്കുന്നതിന് മുൻപ് സുപ്രീം കോടതിയിലേക്ക് ഒരു അപ്പീൽ പോവുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അങ്ങനെ വന്നാൽ വീണ്ടും നീണ്ടുപോവില്ലേ സുനിഷ? തീർച്ചയായിട്ടും അരുൺ, അതുതന്നെയാണ് നമ്മളും പറയുന്നത്. ഈ ഹർജി തള്ളിയാൽ അടുത്ത വഴികൾ, നിയമവഴികൾ മറ്റുള്ളവർ തേടുമെന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഈ അനിശ്ചിതത്വം തുടരുമെന്നതാണ്. ഒരുപക്ഷെ 4 വർഷമായി ഇതേ രീതിയിലുള്ള അനിശ്ചിതത്വം തുടരുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. 2019 ഡിസംബർ 31-നാണ് ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നത് എന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നിരവധി പേർ ഈ റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞതിന് ശേഷം തന്നെ ഹർജി പോകുന്നു, സർക്കാരിന് അതൊരു
തടസ്സമായി മാറുന്നു. പിന്നാലെ വീണ്ടും ഹർജി പോകുന്നു. ഒരുപക്ഷെ ശനിയാഴ്ച നൽകാമെന്ന് പറഞ്ഞ് അതിൻ്റെ തലേ ദിവസം രാത്രിയിലേക്ക് ഹർജി പോകുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി ഇത് പുറത്തു വരാതിരിക്കാനുള്ള ഇടപെടൽ ഒരു ഭാഗത്തുണ്ടാകുന്നു എന്നതാണ്. ഒരുപക്ഷെ സർക്കാരും ഈ വിഷയത്തിൽ ഒരു നിലപാട് നേരത്തെ തന്നെ അതായത് ഇത്തരത്തിലുള്ള ഇടപെടൽ വന്നതിന് ശേഷം ഈ കോടതിയുടെ ഇത് വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അനിശ്ചിതത്വം ഇങ്ങനെ തുടരുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി എന്താകുമെന്നത് തന്നെയാണ് സംശയം. ഇത് തന്നെയാണ്, ഹർജി തള്ളിയാൽ പോലും കൃത്യമായി അടുത്ത നിയമ നടപടി തേടിയാൽ സർക്കാർ ഈ റിപ്പോർട്ട് നൽകാൻ ഇനിയും വൈകുമോ എന്നൊരു സ്ഥിതി കൂടി നിലനിൽക്കുന്നുണ്ട്. അരുൺ, ശരി.